നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മ വന്നത് എപ്പോഴാണെന്നല്ലേ, ഉച്ചയ്ക്ക് ഊണിനുള്ള കൂട്ടാനുണ്ടാക്കിയപ്പോൾ. ഇന്ന് പഴയ ഒരു കൂട്ടാനാണ് ഞാൻ ഉണ്ടാക്കിയത്. ആ കൂട്ടാനാണ് ആ കറിയാണ് ഞാൻ ഇന്നിവിടെ കൂട്ടാനൊക്കെ ഉള്ളത്. നമ്മുടെ അടുക്കള ഭാഷയല്ലേ, അതാണ് കേട്ടോ. ഒരു ഭാഷയുടെ ശരിയായ രീതി അടുക്കളയിലാണ്, സംഭാഷണത്തിലാണ് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കറി ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ കറിയുടെ പേര് മുരിങ്ങയില മാവ് കറി, അങ്ങനെയാണ് പറയാറുള്ളത്. എൻ്റെ അമ്മ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാറുള്ളൊരു കറിയാണ്. അപ്പോൾ ഊണ് കഴിക്കാനൊക്കെ ആൾക്കാരുണ്ട്. കൂടുതൽ പണിക്കൊക്കെ പുറമെ ജോലിക്കാരുള്ള സമയത്താണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങളായിട്ടുള്ളവർ ഉണ്ടിട്ടില്ല. അവരും പണിക്കാരും ഉണ്ട് കുറച്ച് പേര്. കൂട്ടാനത്തിന് കഷ്ടിയാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അടുക്കളയിൽ വിളമ്പണത് രണ്ടാമത്തെ ഒരു വലിയമ്മ ഉടനെ പറയും. എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറയും, ഒരു വാളൻ ഉണക്കലരി എടുത്ത് വെള്ളത്തിലിട്ടോ. അപ്പോൾ റെസിപ്പി എന്താണ്? ആദ്യം ഒരു വാളൻ ഉണക്കലരി വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് വലിയമ്മ പറമ്പിലേക്ക് പോകും. കുറച്ച് മുരിങ്ങയുടെ ഇല അങ്ങനെ തലക്കായിട്ട് ഒടിച്ചുകൊണ്ട് വരും. അതങ്ങനെ വെള്ളത്തിലിട്ട് കഴുകി കളഞ്ഞ് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഊർത്തിയ ഇല നന്നാക്കി എടുക്കും. അപ്പോഴത്തേക്കും അമ്മ ഒരു മുറി തേങ്ങ, അരമുറി തേങ്ങ, ഒരു മുറി തേങ്ങ, അതിൻ്റെ അളവനുസരിച്ച് തേങ്ങ ചിരണ്ടി എടുക്കുക. ഈ അരി വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മറന്നുപോയി, ഒരു 5-6 മുളക്, ചുമന്ന മുളക്, കൊല്ലമുളക് തൊപ്പി കളഞ്ഞ് അതുകൂടി ആ വെള്ളത്തിലിടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ അരി അങ്ങോട്ട് അരയ്ക്കും. മുളക് ആദ്യം അരയ്ക്കും, അതിൻ്റെ കൂടെ പിന്നെ അരി അരയ്ക്കും. അതല്ലെങ്കിൽ അരി നല്ലോണം 2-3 പ്രാവശ്യം ഒരുമാതിരി നല്ലതുപോലെ അങ്ങോട്ട് അരയും. കുതിർച്ചയൊക്കെ ഇത്തിരി കുറവ് വന്നാലൊക്കെ നല്ല അരയ്ക്കൽ അങ്ങോട്ട് നീട്ടി അമ്മീമേ അങ്ങോട്ട് അരയ്ക്കും. അരച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഈ മുളകും അരച്ച് ചേർക്കും. പിന്നീട് തേങ്ങ ചിരണ്ടിയത് അതും പുറകെ അരയ്ക്കും. ഒരു നുള്ളു ജീരകം അതും അതിൻ്റെ കൂടെ ചേർക്കും. ചിലപ്പോൾ 2-3 പച്ചമുളകും കൂടി അങ്ങ് ചേർക്കും. അപ്പോൾ ഈ അരപ്പിൽ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ ഉണക്കലരി കുതിർത്തതുണ്ട്, തേങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ഒരു നുള്ളു ജീരകമുണ്ട്, കുതിർത്താനിട്ടിരുന്ന കൊല്ലമുളകും ഉണ്ട്. ഇതെല്ലാം കൂടി അരച്ച് ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് ഉരുളയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക്, ചരുവെന്ന് പറയാം, ചരുവത്തിലേക്ക് അങ്ങോട്ട് എടുക്കും. അപ്പോഴത്തേക്കും മുരിങ്ങയുടെ ഇലയൊക്കെ ഒരുക്കി ഒരു മാവായിട്ടുണ്ട്. പിന്നീട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹിൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി എടുത്തിട്ടാണ്. പണ്ടൊക്കെ ഇരുമ്പ് ചീഞ്ചട്ടിയാണല്ലോ, ഇരുമ്പ് ചീഞ്ചട്ടി അല്ലെങ്കിൽ കൽച്ചട്ടിയാണ്. ആദ്യം കൽച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ വറുത്തിടില്ല, ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കാനുള്ള വലിയ ചീഞ്ചട്ടിയിൽ അങ്ങോട്ട് ഉണ്ടാക്കണതാണ് ഞാൻ കണ്ടേക്കണത്. ആദ്യം കടുകും മുളകും കറിവേപ്പിൻ്റെ വിലയും എല്ലാം കൂടി അങ്ങോട്ട് വറുത്തിടും. സുഖമായിട്ടൊന്ന് അങ്ങോട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിക്കും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങോട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ അരച്ച് വച്ചേക്കണത് അസലായിട്ട് തവി കൊണ്ട് ഇങ്ങനെ ഒടച്ച് നല്ലോണത്തിന് വെള്ളത്തോടെ അങ്ങോട്ട് കലക്കും. ഈ മാവ് ഉപ്പും ഇടും അതിൽ. ഇതെല്ലാം കൂടി ചേർത്ത് ഈ തിളച്ച വെള്ളത്തിലേക്ക്, ചീഞ്ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് പിന്നെയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്, അടിയിൽ പിടിക്കാതെ തുടർച്ചയായിട്ട് പതുക്കെ തീയിൽ, ഉറക്കനെങ്ങനെ തീ വേണ്ട, തീ കുറയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി തവി മാറ്റി ചട്ടകം കൊണ്ടാവും ഇളക്കുക. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചട്ടകം കൊണ്ട് അങ്ങനെ ഇളക്കി പായസം ഇളക്കണ പോലെ ഇങ്ങനെ ഇളക്കി അത് ഒരുമാതിരി അരിയും കൂടി അങ്ങോട്ടാവുമ്പോൾ ഒന്നങ്ങോട്ട് കുറുകാൻ തുടങ്ങിയെന്ന് കാണുമ്പോഴത്തേക്കും വാങ്ങി താഴ്ത്തു വച്ചിട്ടോ ഈ മുരിങ്ങയിൽ ഒരുക്കിയത് മുഴുവൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ടും. എന്നിട്ട് ഒന്നുകൂടി അങ്ങോട്ട് ചേർത്ത് ഇളക്കിയിട്ട് ചീഞ്ചട്ടി അടച്ചവിടെ വയ്ക്കും. കഴിഞ്ഞു, കൂട്ടാനുണ്ടാക്കി കഴിഞ്ഞു. എത്ര സമയം വേണ്ടിയൊന്നും. ഇതിന് പറയുന്നത് അരിമാവ് കൂടി ചേർക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, മുരിങ്ങയില മാവ് കറി. എൻ്റെ ഭവനത്തിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് മുരിങ്ങയില കൊണ്ട് മാവ് കറി ഉണ്ടാക്കും. ഉണക്കച്ചോറിൻ്റെ കൂടെ ഇത് നല്ല സ്വാദാണ് കേട്ടോ, മുരിങ്ങയില മാവ് കറി. പിന്നെ കുമ്പളത്തിൻ്റെ ഇല
ഒരു പിടുത്തം കുമ്പളങ്ങഞ്ഞെടുത്തോ, കുമ്പളത്തിൻ്റെ ഇലഞ്ഞെടുത്തോ എന്നാ പറയുക. ഒരു പിടുത്തം കുമ്പളത്തിൻ്റെ ഇല കൊണ്ടുവന്നിട്ടും കഴുകി ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് ഈ വാങ്ങി വച്ചിട്ട് ഇടണത് മുരിങ്ങയിലേക്ക് പകരം കുമ്പളത്തിൻ്റെ ഇലയും കിട്ടുന്നുണ്ട്. ഒരുപാട് മൂത്തല പാടില്ല കേട്ടോ. അപ്പം അത് കുമ്പളത്തിൻ്റെ ഇല, കുമ്പളത്തില മാവ് കറി. പിന്നെ ഇടുന്നത് ചില ദിവസങ്ങളിൽ അത് മത്തയില കൊണ്ടൊരു കറി ഉണ്ടാക്കും, അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ മാവ് കറിക്ക് സാധാരണയായിട്ട് എടുക്കാറ് കുമ്പളത്തിൻ്റെ ഇലയും മുരിങ്ങ ഇലയുമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മുരിങ്ങ ഇല മാവ് കറി. ഇത് ഇന്നുണ്ടാക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഈ മിഥുനമാസം അങ്ങോട്ട് നീങ്ങി പോകാനായി. ഈ 17-ാം തീയതി മുതൽ, അതായത് ജൂലൈ 17-ാം തീയതി കർക്കിടക മാസം 1-ാം തീയതിയാണ്. കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഭക്ഷണത്തിന് എടുക്കാനേ പാടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിരിക്കുന്നത്. നമ്മുടെ ഒന്നും ഭവനങ്ങളിൽ എടുക്കാറും പതിവില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന ഒരു മറുപടി ഞാൻ പറയാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. ഈ മുരിങ്ങ മരം അതൊരു ഔഷധ ശേഷിയുള്ള, ഔഷധ ഗുണമുള്ള വൃക്ഷമാണ്. മുരിങ്ങയുടെ വേര് ചില ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ട്. മരത്തിൻ്റെ തൊലി ഉള്ളു പൊങ്ങ് പോലെ തടി ഒന്നും നിൽക്കില്ല. പക്ഷേ ഈ മുരിങ്ങാത്തൊലി ഒരു ഔഷധമാണ്. മുരിങ്ങക്കായ് വളരെ സ്വാദുള്ളതാണ്, അതിനും ഔഷധ ഗുണമുണ്ട്. മുരിങ്ങയുടെ പൂവ് കൊണ്ട് അരച്ച് കലക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതിനും ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഇലയ്ക്കും ഔഷധ ഗുണമുണ്ട്. പക്ഷേ കർക്കിടക മാസത്തിൽ മുരിങ്ങയില എടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. കാരണം മുരിങ്ങയുടെ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്നുവെച്ചാൽ മണ്ണിൽ കാണുന്ന എല്ലാവിധ പോഷകാംശങ്ങളും ഒക്കെ വലിച്ചെടുക്കും. അതേപോലെ ഇലകളുടെ ജോലി തന്നെ കിട്ടുന്ന വളം എല്ലാം വലിച്ചെടുത്ത് ഇങ്ങനെ മാറ്റിക്കളയുകയാണല്ലോ. അതിനെ അനുയോജ്യമായ വിധത്തിൽ ഔഷധ ഗുണങ്ങളൊക്കെ ആക്കിയിട്ട് വൃക്ഷത്തിന് വളമായി കൊടുക്കുകയും ഔഷധ ഗുണങ്ങൾ ശേഖരിച്ച് വയ്ക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നത്. ഈ തൊലി എന്ന് പറയുന്നത് അതാണല്ലോ. ഈ ഇലകളിൽ ഉണ്ടാക്കുന്ന സമ്പുഷ്ടമായ ഇലകൾ ഉണ്ടാക്കുന്ന ആഹാരം, അന്നജം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മുരിങ്ങയില മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ മണ്ണിലെ കേടുകൾ, ദൂഷ്യങ്ങൾ, മണ്ണിലുള്ള വിഷാംശങ്ങൾ, മണ്ണിലുണ്ട് വിഷാംശം. ചില മണ്ണിനടിയിലുള്ള ചില ഫലങ്ങൾ കയ്പുണ്ടാകും. അതിൽ വിഷാംശം ഉള്ളതുകൊണ്ടാണ്. വാഴമാങ്ങയിലാണ് ഇത് പ്രകടമായിട്ട് വ്യത്യാസം തിരിച്ചറിയുക. ചേനയുടെയൊക്കെ ചില ഭാഗം കല്ലച്ചൊക്കെ കിടക്കുന്ന അതിൻ്റെ വിഷാംശം എന്ന് പറയാം. നമ്മൾ എടുക്കാറില്ല, കളയും, അങ്ങനെയൊക്കെയല്ലേ പതിവ്. അപ്പോൾ ഈ മുരിങ്ങയുടെ വേരുകൾ പരിസരത്തിലുള്ള മണ്ണിലെ വിഷാംശങ്ങളെല്ലാം വലിച്ചെടുത്ത് ഇലകളിലേക്ക് കൊടുക്കും. ഇലകൾ അതിനെ വെളിയിൽ തള്ളും, വച്ചേക്കില്ല, അവിടെ മരത്തിൽ നിർത്തില്ല. നല്ലത് മാത്രം സ്വീകരിച്ച് മുരിങ്ങയുടെ തടിയിലേക്ക് കൊടുക്കുകയും ചെയ്യും. ആ അതിനെ ഔഷധ ഗുണത്തോടു കൂടിയ മുരിങ്ങത്തടിയുടെ തോലാക്കി മാറ്റി അത് ഔഷധത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. ഇത് വെള്ളം കുറവായിരിക്കുന്ന സമയത്തെ ഈ പ്രക്രിയ നടക്കുകയുള്ളൂ. ഇടവം മിഥുനമൊക്കെ മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞ് മഴ കൂടുതലാകുമ്പോൾ ഈ വേരുകൾ വലിച്ചെടുക്കുന്ന വിഷാംശത്തെ പുറം തള്ളാനായിട്ട് മുരിങ്ങയിലേക്ക് സാധിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ അതെന്തുണ്ടാകും? മുരിങ്ങയിലയിൽ തന്നെ തങ്ങി നിൽക്കും. ആ വിഷാംശമുള്ള മുരിങ്ങയില നമുക്ക് കഴിക്കാൻ പാടില്ല. ഇടവും ഇതിനൊരു കണക്കിന് അങ്ങോട്ട് കഴിച്ചുട്ടി പോകും. പൊടിപ്പ് വന്ന നല്ല ആരോഗ്യമുള്ള മുരിങ്ങയില ആയിരിക്കുകയും ചെയ്യും. കർക്കിടക മാസം ആകുമ്പോൾ അതിൽ വിഷാംശമുണ്ടാകും. അതിനൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ കർക്കിടകത്തിൽ മുരിങ്ങയില എടുത്തൂടാ, എന്താ വെച്ചാൽ കട്ടുണ്ടാവും അതിന് എന്ന് പറയും. എന്താ ഈ കട്ട്? ഈ തങ്ങി നിൽക്കുന്ന വിഷാംശത്തെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ, ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നല്ല കിളിർത്ത് മുരിങ്ങയിലേക്ക് ഏറ്റവും സ്വാദുള്ള സമയം മിഥുനമാസമാണ്. വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് നല്ല പൊടിപ്പ് വന്ന് നല്ല തളിർത്ത് നിൽക്കുന്ന കണ്ട കൊതിയാകുന്ന മുരിങ്ങയില. ആ മുരിങ്ങയില ഇലക്കറികളിലുമൊക്കെ എടുത്ത് കഴിക്കാം എന്നാണ് പറയുക. പക്ഷേ കർക്കിടക മാസത്തിൽ വയ്ക്കുന്ന ഇലക്കറികളിലൊന്നും മുരിങ്ങയില കൂട്ടാറ് പതിവില്ല.
വേറെ ഇലക്കറികളൊക്കെ ഉള്ളൂ. അപ്പോൾ മുരിങ്ങയിലയ്ക്ക് പരിസരത്തിലെ മണ്ണുകളിലുള്ള വിഷാംശം വലിച്ചെടുത്ത് പുറന്തള്ളാനുള്ള കഴിവുണ്ട്. പുറം വായുവിലേക്കാണ് അത്. ആ വിഷാംശത്തേക്ക് സൂര്യപ്രകാശം നശിപ്പിച്ച് കളയുകയും ചെയ്യും. അതുകൊണ്ട് ഈ കർക്കിടമാസാകാറായില്ലോ, വിഷാംശമാകുന്നതിന് മുൻപ് നല്ല മുരിങ്ങയില കണ്ടപ്പോൾ ഞാനിന്ന് മുരിങ്ങയില മാവ് കറി ഉണ്ടാക്കി. റെസിപ്പി ഓർമ്മയുണ്ടല്ലോ. ഓരോ അളന ഉണക്കലരി, 5-6 കൊല്ലമുളക്, ഒരമുറി തേങ്ങ, ഒരു നുള്ള് ജീരകം, കിട്ടിയ 2-3 പച്ചമുളക്, എല്ലാം കൂടി അങ്ങോട്ട് അരയ്ക്കുക, അങ്ങ് കലക്കുക. കടുകും മുളകും കറിവേപ്പിൻ്റെ ഇല അങ്ങോട്ട് വറുത്തിടുക. ഈ വെള്ളം അതിൽ കലക്കിയ മാവ് അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഒരുക്കി വെച്ച മുരിങ്ങയില അതിലേക്ക് ഇട്ട് അടച്ച് വയ്ക്കുക, നല്ലോണം ഇളക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഈ കൂട്ടാൻ, ഈ കറി ചൂടോടെ അപ്പം കഴിക്കണം. ഇരുന്ന് കഴിഞ്ഞാൽ അരിമാവല്ലേ, അരിപ്പൊടിയല്ലേ, അതങ്ങോട്ട് കുറുകും, കട്ട പോലെയോ. കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടി വെള്ളം ചൂടാക്കി അങ്ങോട്ട് ഒഴിച്ചാൽ ചൂടായി കൂട്ടാം, വിരോധമൊന്നുമില്ല. അപ്പം ഇന്നത്തെ എൻ്റെ പാചകം, എൻ്റെ വിഭവം നിങ്ങൾക്ക് ഞാൻ വിളമ്പുകയാണ് സന്തോഷത്തോടെ. മുരിങ്ങയില മാവ് കറി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ദേ കണ്ടോളൂ, കാണാനില്ലേ? ഈ പാത്രത്തിലായത് അബദ്ധമായോ? ഇതിൻ്റെ കുറച്ച് അടിയായിപ്പോയി അല്ലേ? നല്ല വേറെ പാത്രം എടുക്കണം. നോക്കൂ, ഇതിലുണ്ട് മുരിങ്ങയില മാവ് കറി. നിങ്ങൾ കാണില്ല എന്ന് തോന്നുക എനിക്ക്, അലങ്കാരമൊന്നുമില്ല, എന്നാലും ഇതാണ് മുരിങ്ങയില മാവ് കറി. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ നല്ലൊരു കൂട്ടാൻ, എളുപ്പത്തിലുള്ളൊരു കൂട്ടാൻ. മറ്റൊരു വലിയ കൂട്ടാൻ, മെയിൻ കൂട്ടാൻ ഇത്തിരി പോരായ വരുമ്പോൾ നമുക്ക് ചോറ് കുഴപ്പി കൊടുക്കണവർക്ക് കൂട്ടാൻ കൊടുക്കണ്ടേ, അത് കൂട്ടി കഴിക്കാൻ എന്തെങ്കിലും കൂട്ടാൻ കൊടുക്കാണ്ട് പാടില്ലല്ലോ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടാനാണ് മുരിങ്ങയില മാവ് കറി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൂട്ടാൻ. കുട്ടികളൊക്കെ ഒന്നും ഇതിന് വലിയ എരിവില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് മുളകുഷിയെന്ന് വിചാരിച്ചങ്ങോട്ട് കൂട്ടിക്കോളും. മുളകുഷിയാണേനും അല്ലായൊന്ന്. എൻ്റെ അമ്മ എന്നെ അന്ന് ഉച്ചയ്ക്ക് കൂട്ടിയപ്പോൾ ചോദിച്ചു, അമ്മമ്മ ഇത് പരിപ്പും മുരിങ്ങയിലയും കൂട്ടിയിട്ടാണോ? ഞാൻ പിന്നെ കൂട്ടിയൊക്കെ പരിപ്പിൻ്റെ സ്വാദുണ്ടോ നോക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശരി, മുരിങ്ങയില മാവ് കറി എല്ലാവരും ഉണ്ടാക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. മുരിങ്ങയില കളയണ്ട കേട്ടോ, നല്ലതാണ്, പോഷകാംശമുള്ളതാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.